നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ യൂറോപ്യൻ വമ്പന്മാരായ പോർച്ചുഗലിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. സ്ലോവേനിയയാണ് പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് പോർച്ചുഗൽ പരാജയപ്പെട്ടിട്ടുള്ളത്. മത്സരത്തിൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചിരുന്നുവെങ്കിലും പ്രത്യേകിച്ച് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അതേസമയം മറ്റു സൂപ്പർ താരങ്ങളായ ബ്രൂണോ, അതുപോലെ തന്നെ സിൽവ, റഫേൽ ലിയാവോ എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട താരങ്ങൾ ഇല്ലാതെയാണ് പോർച്ചുഗൽ ഇന്നലത്തെ മത്സരത്തിൽ കളിച്ചിരുന്നത്. റോബർട്ടോ മാർട്ടിനസ് പോർച്ചുഗലിന്റെ പരിശീലകനായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ തോൽവിയാണ് ഇപ്പോൾ ഇന്നലെ പോർച്ചുഗലിന് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഈ തോൽവിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കടുത്ത നിരാശനായിരുന്നു. മത്സരം അവസാനിച്ച ഉടനെ തന്നെ അദ്ദേഹം ദേഷ്യത്തോടു കൂടി വേഗത്തിൽ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനിടയിൽ അദ്ദേഹം ഫോർത്ത് റഫറിയോട് ആക്രോശിക്കുകയും ചെയ്തിരുന്നു. അതായത് പോർച്ചുഗലിന് ലഭിക്കേണ്ട 2 പെനാൽറ്റികൾ നൽകിയില്ല എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അവകാശപ്പെടുന്നത്. റഫറിക്ക് നേരെ ഇങ്ങനെ 2 എന്ന് ആംഗ്യത്തിലൂടെ കാണിച്ചുകൊണ്ട് റൊണാൾഡോ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അദ്ദേഹം വേഗത്തിൽ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോവുകയായിരുന്നു. ഇതിന്റെ വീഡിയോ ട്വിറ്റർ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ ലഭ്യമാണ്. കഴിഞ്ഞ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിന് വേണ്ടി കളിച്ചിരുന്നില്ല. ഈ മത്സരത്തിലായിരുന്നു അദ്ദേഹം തിരിച്ചെത്തിയിരുന്നത്. സമീപകാലത്ത് തകർപ്പൻ പ്രകടനം പുറത്തെടുക്കുന്ന റോബർട്ടോ മാർട്ടിനസിന്റെ പോർച്ചുഗലിന് ഈ ഒരു തോൽവി അത് ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. പക്ഷെ പോർച്ചുഗൽ പരിശീലകന് ഇക്കാര്യത്തിൽ പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ്. ഇനി ജൂൺ മാസം നടക്കുന്ന സൗഹൃദ മത്സരങ്ങളിൽ ഫിൻലാൻഡ്, ക്രൊയേഷ്യ, അതുപോലെ തന്നെ അയർലൻഡ് എന്നിവരാണ് പോർച്ചുഗലിന്റെ എതിരാളികൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.